കഴിഞ്ഞ ദിവസം മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു മാസ് ഡയലോഗ് വീഡിയോ ആണത്. എന്നാൽ എന്താണ് ഈ കറക്റ്റ് സംഭവം എന്ന് അധികം ആളുകൾക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിന് പിന്നിലെ ആ സകല സത്യങ്ങളുമാണ് തുറന്നു കാണിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ഒരു വമ്പൻ സ്രാവെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെ സാക്ഷാൽ സുരേഷ് ഗോപി വിരൽ ചൂണ്ടി വിറപ്പിക്കുന്ന ആ കാഴ്ച പലരും അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതെന്താണ് സംഭവം? സുഹൃത്തുക്കളായ ഇരുവരും തമ്മിൽ ഒരു വേദിയിൽ വെച്ച് ഇത്രയധികം ഉടക്കിയോ? ഇതിന് പിന്നിൽ വെറും ഒരു വാക്കേറ്റമല്ല, പതിറ്റാണ്ടുകളായി കേരളം കണ്ടു ശീലിച്ച തറ രാഷ്ട്രീയത്തിന് ഭാരതത്തിന്റെ കേന്ദ്രമന്ത്രി നൽകിയ കരണത്തടിയാണിത്. പരിഹസിക്കാൻ വന്നവന്റെ വായടപ്പിക്കുക മാത്രമല്ല, താൻ ചെയ്ത നന്മകൾ ഓരോന്നോരോന്നായി എണ്ണിപ്പറഞ്ഞ് എതിരാളിയെ നിശബ്ദനാക്കിയ ആ നിമിഷങ്ങൾ. ഇത് തൃശ്ശൂരിന്റെ മാത്രം സുരേഷ് ഗോപിയല്ല, ഇത് ഭാരതം ഉറ്റുനോക്കുന്ന നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായ കേന്ദ്രമന്ത്രിയാണ്. പത്തനാപുരത്ത് നടന്നത് വെറും ഒരു പ്രസംഗമല്ല, മറിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറാൻ പോകുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ്. ഗണേഷ് കുമാറിന് സുരേഷ് ഗോപിയുടെ 7 അയലത്ത് നിൽക്കാൻ യോഗ്യതയുണ്ടോ? ഈ ചോദ്യത്തിന് പത്തനാപുരത്തെ മണ്ണ് നൽകിയ ഉത്തരം നമുക്ക് പരിശോധിക്കാം. ആവേശകരമായ ആ പത്തനാപുരം പോരാട്ടത്തിന്റെ പൂർണ്ണ രൂപം നിങ്ങൾ ആരും അറിയാത്ത ഞെട്ടിക്കുന്ന വിവരങ്ങൾ സഹിതം ഇതാ. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് സ്കൂളിലെ ചടങ്ങിൽ മുഖ്യ അതിഥികളായി എത്തിയതായിരുന്നു ഇരുവരും. വേദിയുടെ മര്യാദകൾ പോലും ലംഘിച്ചുകൊണ്ട് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നടത്തിയ പ്രസംഗമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കമിട്ടത്. സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാണെന്നോ അദ്ദേഹം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്നോ ഉള്ള പ്രാഥമിക ബഹുമാനം പോലും നൽകാതെയായിരുന്നു ഗണേഷിന്റെ പരിഹാസം. സുരേഷ് ഗോപിക്ക് പത്തനാപുരവുമായി എന്താണ് ബന്ധം? ഇദ്ദേഹം ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ എന്നതായിരുന്നു ഗണേഷിന്റെ ആദ്യത്തെ ചോദ്യം. പോരാത്തതിന് ചങ്ങനാശ്ശേരി SB കോളേജിന് ഇദ്ദേഹം എന്ത് നൽകി എന്ന തരത്തിലുള്ള തറപ്പരിഹാസങ്ങളും ഗണേഷ് കുമാർ കരുതിയത് പഴയ സുരേഷ് ഗോപിയെ പോലെ ഇതും കേട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. എന്നാൽ ഗണേഷ് കുമാർ ഒരു കാര്യം മറന്നുപോയി. ഇന്ന് സുരേഷ് ഗോപി വെറുമൊരു നടനല്ല, അദ്ദേഹം ലോകം ആദരിക്കുന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായ കേന്ദ്രമന്ത്രിയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പിന്തുണയുള്ള ജനനായകനാണ്. ഗണേഷ് കുമാർ നടത്തിയ പരിഹാസത്തിന്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും: സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചതും കേന്ദ്രമന്ത്രി ആയതും കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയക്കാർക്ക് ദഹിച്ചിട്ടില്ല. അതിന്റെ അമർഷമാണ് പത്തനാപുരത്ത് ഗണേഷ് തീർത്തത്. ബസ്സും വിമാനവും നൽകുമെന്ന് പരിഹസിച്ചവർ അറിയുക, ഭാരതത്തിന്റെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ നാടിന്റെ നന്മയ്ക്കായിരിക്കും. അത് അദ്ദേഹം പിന്നീട് പറയുമ്പോൾ അവിടെ തകരുന്നത് ഗണേഷിന്റെ അഹങ്കാരമായിരുന്നു. മറുപടി പ്രസംഗത്തിനായി മൈക്കിന് മുന്നിലെത്തിയ സുരേഷ് ഗോപി ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ ഗണേഷിനുള്ള മരണമാസ് മറുപടി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഗണേഷിന്റെ ഭൂതകാലത്തെ കുറിച്ചാണ്. ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ആദ്യമായിട്ടല്ല ഞാൻ പത്തനാപുരത്ത് വരുന്നത്. കുട്ടിക്കാലം മുതൽ ഞാൻ ഈ മണ്ണിലുണ്ട്. ഗണേഷ് ആദ്യം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിച്ച് നട്ടുച്ച നേരത്ത് 4-5 വേദികളിൽ പ്രസംഗിച്ചത് അദ്ദേഹം മറന്നുപോയതാകാം. ഉമ്മൻചാണ്ടി സാറിനൊപ്പം വന്ന് ഞാനും ഗണേഷിന് വേണ്ടി വോട്ട് ഇരന്നിട്ടുണ്ട്. 2ാമത്തെ തവണ മത്സരിച്ചപ്പോഴും തുറന്ന ജീപ്പിൽ കയറി ഗണേഷിന് വേണ്ടി ഞാൻ റോഡ് ഷോ നടത്തി. അത് സ്നേഹപൂർവ്വം അദ്ദേഹം ഓർക്കണം. ഇതിലും വലിയൊരു തിരിച്ചടി ഗണേഷ് കുമാറിന്റെ സ്വപ്നങ്ങളിൽ പോലും പ്രതീക്ഷിക്കാനാവില്ല. ഉപകാരം ചെയ്ത് കൈക്ക് തന്നെ കൊത്താൻ വന്നവനോട് പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപി നടത്തിയ ആ പ്രകടനം കണ്ടു നിന്നവർക്ക് ആവേശമായി. ഗണേഷ് കുമാറിന്റെ മുഖത്തുണ്ടായ വിളർച്ച ക്യാമറകൾ കൃത്യമായി ഒപ്പിയെടുത്തു. സ്വന്തം മണ്ഡലത്തിൽ വെച്ച് സ്വന്തം ജനതയുടെ മുന്നിൽ വെച്ച് ഇത്രയും വലിയൊരു നാണക്കേട് ഗണേഷ് ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ടാകില്ല. സുരേഷ് ഗോപി തന്റെ പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടിയെയും പരമേശ്വർജിയെയും ഒരുപോലെ ബഹുമാനത്തോടെ സ്മരിച്ചു. ഇത് അദ്ദേഹത്തിന്റെ വിശാലമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് കാണിക്കുന്നത്, അല്ലാതെ ചിലരെ പോലെയല്ല. മറിച്ച് ഗണേഷ് ആകട്ടെ സങ്കുചിതമായി പ്രാദേശിക രാഷ്ട്രീയത്തിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. ഗണേശ് മറന്നതല്ല, എല്ലാം തമാശയായി പറഞ്ഞു പോകുന്നത് പോലെ ഇതും തമാശയായി പറഞ്ഞതാകാം. സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞത് ഗണേഷിന്റെ അഹങ്കാരത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു. ഗണേഷ് കുമാർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി സുരേഷ് ഗോപി നൽകിയത് വികസനത്തിന്റെ രേഖകൾ കാണിച്ചുകൊണ്ടാണ്. പത്തനാപുരത്ത് താൻ രാജ്യസഭാ MP ആയിരുന്നപ്പോൾ നൽകിയ ഹൈ മാസ് ലൈറ്റുകൾ ഇന്നും കത്തിയെരിയുന്നുണ്ടെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. ഈ SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ കൊടുത്തു എന്ന് പറയുന്ന ഒരു സമ്മാനം ഒരിക്കലും ബസ്സും എയ്റോപ്ലെയിനും ഒന്നുമല്ല, പെട്രോളും ഡീസലും ഒക്കെ ഫ്രീ ആയി കൊടുക്കുമെന്ന് ഗണേഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കൊടുക്കും, എന്നിട്ട് പത്തനാപുരം ഇങ്ങ് എടുക്കുമെന്ന് കൂടി എനിക്ക് പറയേണ്ടി വരും. സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. MP ഫണ്ടിന്റെ പരിമിതികൾ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, തൃശ്ശൂരിലെ ജനങ്ങൾ തന്ന സ്നേഹത്തിന് താൻ അവിടെ വികസനം എത്തിക്കും. നിയമപരമായ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും താൻ വികസനം എത്തിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു.
കൊടിക്കുന്നിൽ സുരേഷ് 28 ലക്ഷം രൂപയുടെ സഹായം നൽകിയപ്പോൾ തനിക്കത് 1 കോടി വരെ നൽകാൻ സാധിക്കുമെന്നും പക്ഷേ MP ഫണ്ട് വിനിയോഗത്തിന് കൃത്യമായ ചട്ടങ്ങളുണ്ടെന്നും അദ്ദേഹം ഗണേശിനെ പഠിപ്പിച്ചു കൊടുത്തു. ഗതാഗത മന്ത്രിയായി ഇരുന്നിട്ടും MP ഫണ്ടിനെ കുറിച്ച് ധാരണയില്ലാത്ത രീതിയിൽ സംസാരിച്ച ഗണേശിന് അതൊരു വലിയ പാഠവും പ്രഹരവുമായിരുന്നു. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയെ തളയ്ക്കാൻ ഇടത് വലത് മുന്നണികൾ ഇത്രയധികം ശ്രമിക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉത്തരം വളരെ വളരെ ലളിതമാണ്. അദ്ദേഹത്തിന്റെ സത്യസന്ധതയും നരേന്ദ്രമോദിയുമായുള്ള ബന്ധവും. കേരളത്തിലെ മിക്ക രാഷ്ട്രീയക്കാരും അഴിമതിയുടെ കറ പുരണ്ടവരാണ്, ഈ ഗണേശ് അടക്കം. എന്നാൽ 1 രൂപ പോലും അഴിമതി നടത്താത്ത, സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്ത് വരെ പാവങ്ങളെ സഹായിക്കുന്ന ഒരാളെ നേരിടാൻ ഇവർക്ക് സത്യത്തിൽ ഭയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തിലുള്ള ഏറ്റവും വലിയ കരുത്താണ് സുരേഷ് ഗോപി. തൃശ്ശൂരിലെ വിജയം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിക്കുറിച്ചതാണ്. ഇത് BJPയുടെ വളർച്ചയായിട്ടാണ് പ്രതിപക്ഷം കാണുന്നത്. പെട്രോളിയം, പ്രകൃതിവാതകം, സാംസ്കാരികം എന്നീ മന്ത്രാലയങ്ങളിൽ അദ്ദേഹം നടത്തുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ, കേരളത്തിലെ പ്രവാസികൾക്കും സാധാരണക്കാർക്കും വേണ്ടി അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ, ഇന്ന് ഡൽഹിയിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ പറയാൻ സുരേഷ് ഗോപി ഉണ്ട്. അത് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഗണേഷ് കുമാറിനെ പോലെയുള്ളവർ സുരേഷ് ഗോപിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത്. എന്നാൽ ഓരോ അധിക്ഷേപവും സുരേഷ് ഗോപിയുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. സുരേഷ് ഗോപിയുടെ ഏഴയലത്ത് നിൽക്കാൻ ഈ പറയുന്ന ഗണേഷ് കുമാറിന് യോഗ്യതയുണ്ടോ? ഒരു വശത്ത് സ്വന്തം കുടുംബ മഹിമയും പ്രാദേശിക രാഷ്ട്രീയ സ്വാധീനവും മാത്രം കൈമുതലായിട്ടുള്ള ഒരാള്, മറുവശത്ത് അഭിനയ രംഗത്ത് കൊടുമുടി കീഴടക്കി പിന്നീട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി നേരിട്ട എല്ലാ അപമാനങ്ങളെയും അതിജീവിച്ച് ജനങ്ങളുടെ വോട്ടിലൂടെ പാർലമെന്റിലെത്തിയ ഇന്ന് ഭാരതം ഭരിക്കുന്ന കേന്ദ്ര മന്ത്രിസഭയിലെ പ്രധാനിയായിട്ടുള്ള ഒരാൾ. സുരേഷ് ഗോപി പാവങ്ങളുടെ കണ്ണീരൊപ്പൻ ഓടിയെത്തുന്നവനാണ്. ഗണേഷ് കുമാർ ആകട്ടെ വിവാദങ്ങളുടെ തോഴനും. പത്തനാപുരത്തെ ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാം ആരാണ് തങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നത് എന്ന്. ഈ വീഡിയോ വൈറലാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ സുരേഷ് ഗോപി ജയിക്കുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. പത്തനാപുരത്ത് നടന്നത് ഒരു തുടക്കം മാത്രമാണ്. സുരേഷ് ഗോപിയെ വിറപ്പിക്കാൻ നോക്കിയവരൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, ഇത് പഴയ സുരേഷ് ഗോപിയല്ല. പിന്നിൽ ഭാരതത്തിന്റെ കരുത്തുണ്ട്, നെഞ്ചിൽ സത്യസന്ധതയുണ്ട്. കേരളത്തിൽ താമര വിരിഞ്ഞത് വെറുതെയല്ല എന്ന് ഓരോ പ്രവൃത്തിയിലൂടെയും അദ്ദേഹം തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, സുരേഷ് ഗോപി തന്റെ യാത്ര തുടരും. വികസനത്തിന്റെ യാത്ര, നന്മയുടെ യാത്ര, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാനുള്ള യാത്ര. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഗണേഷ് കുമാറിന്റെ അഹങ്കാരത്തിന് സുരേഷ് ഗോപി നൽകിയ മറുപടി നിങ്ങൾക്ക് അത് കേട്ടിട്ട് എന്താണ് തോന്നിയത്? കേരളത്തിന്റെ വികസനത്തിന് സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി പദവി എത്രത്തോളം ഗുണകരമാകും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.